ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഈ അടുത്ത് തമിഴിൽ ഇറങ്ങിയിട്ടുള്ള രണ്ട് സിനിമകളെ കുറിച്ചിട്ടാണ്. വിശാലിന്റെ രത്നം എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെ ഇപ്പോൾ മെയ് 3 റിലീസ് ചെയ്തിട്ടുള്ള അരൺമനൈ 4 എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. രത്നം ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ചെയ്യാണ്ടിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു രണ്ട് സിനിമകളെ കുറിച്ച് ഒരുമിച്ച് നമുക്ക് നോക്കാം. രത്നം എന്ന് പറയുന്ന സിനിമ ഹരിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഷാജി കൈലാസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ ഹരി എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത്. അതായത് വിക്രത്തിൻ്റെ സൂര്യയുടെ ഒക്കെ ഒരു ഹൈ ലെവലിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഡയറക്ടർ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത്രയും ഗംഭീരമായിട്ടുള്ള സാമി, സിംഗം പോലുള്ള സിനിമകളൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ റീസെൻ്റ്ലി അങ്ങേരുടെ ഹിറ്റ് അടിച്ചൊരു പടം എന്ന് എനിക്ക് തോന്നുന്നത് വിശാലിൻ്റെ തന്നെ പൂജയാണ് തോന്നുന്നു. ആ ഒരു സിനിമയ്ക്ക് ശേഷം സാമി സ്ക്വയറൊക്കെ ഇറക്കി 8 നില പൊട്ടി അടപടലായി നിൽക്കുന്ന ഒരു സമയത്താണ് ഹരി രത്നം എന്ന് പറയുന്ന സിനിമ ഇറക്കുന്നത്. വിശാലിനും അത്യാവശ്യം വലിയ ഇമേജ് ഒന്നുമില്ല. ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സ്ക്രീൻ പ്ലേയിലാണ് എല്ലാവർക്കും മോശം ഇപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസുകളിൽ വരുത്തിയിട്ടുള്ള ആ ഒരു സ്പീഡ് കാര്യങ്ങളൊക്കെ ഞാൻ കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സിനിമ ഇറക്കിയിട്ടുള്ളത്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അദ്ദേഹം വെടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. സാധാരണ ഹരിയുടെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാറുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചന്നം ഭിന്നം പറന്നു പോലും, അതുപോലെ നായകനടിച്ച വില്ലന്മാർ ബൗൺസർ അടിച്ച പോലെയാണ് ഇപ്പോൾ പറന്നു പോകുന്നതൊക്കെ കാണാറ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിംഗം 3 കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. സോ ആ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാതെ ഫുള്ള് അരിവാള് വെച്ചിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഫുള്ള് ഇപ്പോൾ ഒരു 2.5 മണിക്കൂർ പടത്തിൽ 1.25 മണിക്കൂർ അരിവാളുകൊണ്ടുള്ള അരും വെട്ടും കുത്തും കൊലയും മാത്രമാണ് ഈ ഒരു സിനിമയ്ക്കകത്ത്. അതുപോലെ പന്നീനെ അറക്കണ പോലെ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ അറുത്ത് കൊല്ലുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ ഒരു സീനൊക്കെ അത്യാവശ്യം നല്ല നല്ല മൊമെന്റ് തന്നെയായിരുന്നു ആ ഒരു സിനിമയ്ക്കകത്ത് എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അല്ലാതെ ഒരു ഇത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നായിക ഈ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ ഹരിയുടെ പടങ്ങളിൽ അങ്ങനെയല്ല, ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് വരുന്ന ഒരു നായിക എന്നതിലുപരി ഈ ഒരു സിനിമയ്ക്കകത്ത് അത്യാവശ്യം നല്ലൊരു തീമും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വരുന്ന ഒരു നായികയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഹരിയുടെ പടം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളാരും ലോകേഷ് കനകരാജിൻ്റെ അല്ലെങ്കിൽ ശങ്കറിൻ്റെ പടം എന്ന് വിചാരിച്ച് പോകേണ്ട. ഒരു തനി നാടൻ പ്രദേശത്തെ ഒരു നാടൻ കഥ പറയുന്ന ഒരു സിനിമയായിരിക്കും മിക്കവാറും. ഒരു ആക്ഷൻ ഡ്രാമയാണ്, അതിനകത്ത് വലിയ ത്രില്ലും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കും വേണ്ട. ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഫാമിലി സ്റ്റോറി കാര്യങ്ങൾ നമ്മൾ കണ്ട് വളർന്നിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റോറിയിൽ കൂടെ അവർ കുറേ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത് സമുദ്രക്കനിയുടെ ക്യാരക്ടർ അത്യാവശ്യം നല്ല കിഡുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എസ്പെഷ്യലി എപ്പോഴും വരുന്ന പോലെ തന്നെ ആള് വരുന്നു, ആളുടെ റോള് ഗംഭീരമായിട്ട് ചെയ്തു പോകുന്നു. അതിനപ്പുറത്തേക്ക് വേറൊരു പെർഫോമൻസ് എന്ന് പറയാൻ പ്രിയ ഭവാനി ശങ്കറിൻ്റെ ആ ഒരു പെർഫോമൻസ് എന്നെ സംബന്ധിച്ച് ഇതിൽ നെഗറ്റീവ് എന്ന് പറയാൻ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്ലൈമാക്സ് എനിക്ക് പറ്റിയില്ല. കാരണം അതിപ്പോൾ എങ്ങനെ പറഞ്ഞ സ്പോയിലർ ആവുമോ? കാരണം ആ ഒരു എൻഡിങ് അങ്ങനെയല്ല. കാരണം പ്രിയ ഭവാനി ശങ്കറിനെ പുകയാക്കി വിട്ട പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതർവൈസ് ഇറ്റ്സ് എ വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ പിന്നെ കേൾക്കാൻ നല്ല രസമുള്ള റിപ്പീറ്റ് അടിച്ച് കേൾക്കാൻ തോന്നുന്ന 1-2 പാട്ടുകളുണ്ട് ആ തുടക്കത്തിലെ ഫസ്റ്റ് ഹാഫിൽ തന്നെ. ഒരു 6-7 ഇടിയുണ്ട് പടത്തിൽ. ഇടി എന്ന് പറഞ്ഞാൽ അരിവാളും കൊണ്ടുള്ള കൊടൂര കൊല്ലലുകളാണ് ആ ഒരു സംഭവങ്ങൾ. വെട്ടി വീശിയെറിയുക, ആക്ഷൻ സീക്വൻസുകൾ, പറക്കലുകളും കാര്യങ്ങളൊന്നുമില്ല. ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഹരിയുടെ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു സിനിമ, പൂജയ്ക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ളൊരു സാധനം എനിക്ക് തോന്നുന്നു വിശാലിനൊന്നും അത്ര വലിയ സ്റ്റാർ വാല്യൂ ഒന്നും അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടെ മിക്കവാറും വാഷ് ഔട്ട് ആയിട്ടുണ്ടാവും. എവിടെയും കാണാനൊന്നുമില്ല. എന്നാലും OTT വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതിനകത്ത് വേറെ ത്രില്ലും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം. എനിക്ക് തോന്നിയിട്ടുള്ള പിന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൂജയിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ ആക്ഷൻ സീക്വൻസ് ഒക്കെ കുറച്ച് ഗ്ലാമറസ് ആക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും രസമായിരുന്നു. അതായത് കാരണം വിശാൽ ആക്ഷൻ ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. സോ അദ്ദേഹത്തിന് ആ ഒരു പൊട്ടൻഷ്യലൊക്കെ നല്ല രീതിയിൽ ക്യാമറയിൽ ഒപ്പിയെടുത്ത് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല രീതിക്ക് ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആവേണ്ടിയിരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം അത്യാവശ്യം നല്ലൊരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. തനി നാടൻ കഥയിൽ ഉള്ള അത്യാവശ്യം നല്ലൊരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് അരൺമനൈ 4 എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. സുന്ദർസിയാണ്, അറിയാം എല്ലാവർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ അറിയാം. അരൺമനൈ ഫ്രാഞ്ചൈസി ഇപ്പം നമ്മുടെ കാഞ്ചന ഫ്രാഞ്ചൈസി പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അരൺമനൈ തുടക്കം മുതൽ കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ ഒരു സിനിമയുടെ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാം. സോ അതേപോലത്തെ ഒരു പാറ്റേണുള്ളൊരു സിനിമ, അതേപോലത്തെ ഒരു കഥ. സുന്ദർസി തന്നെയാണ് നായകൻ. ഒരു സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടി വരുന്നു. അവിടെ ഒരു പ്രേതം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ പ്രേതത്തിനെ എങ്ങനെ ഒന്ന് ഒതുക്കാം എന്നുള്ളത് തന്നെയാണ് കഥ.
ഇതിലെനിക്ക് ഒരു മെയിൻ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദർ സിയുടെ ആക്ഷൻ സീക്വൻസുകളുണ്ട് 2 അതുപോലെ തന്നെ തമന്നയ്ക്കും കൊടുത്തിട്ടുണ്ട് ഒരു ആക്ഷൻ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് ആക്ഷൻ സീക്വൻസിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് തമന്നയുടെ പെർഫോമൻസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണെങ്കിലും തമന്നയ്ക്ക് ഈ ഒരു റോള് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. കാരണം വെറും ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും വീണ് കിട്ടുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറുകളിൽ ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു അമ്മയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ പരിപാടിയൊന്നുമല്ല. കാരണം ഒരുപാട് ഇമോഷൻസ് അവർക്ക് അതിൽ അവതരിപ്പിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ആ ഒരു സംഭവങ്ങൾ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവഞ്ചേഴ്സിൽ അല്ലെങ്കിൽ മാർവലിലെ ഒരു 1-2 സീക്വൻസ് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന ആ ഒരു സീനിനകത്ത് ഒരുപാട് കൈകളൊക്കെ വന്നിട്ടുള്ള നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ കാണുന്നുണ്ട്. സോ അതുപോലത്തെ ഒരു പരിപാടിയൊക്കെ പിടിച്ചിട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരു ആക്ഷൻ സീക്വൻസിൽ കഴിയാറാകുമ്പോഴത്തേക്കും ഒരു ആക്ഷൻ സീക്വൻസിൽ വരുന്നുണ്ട്. സോ അതുപോലെ തന്നെ അവഞ്ചേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടുകൊണ്ട് ഒരു സീനിനകത്ത് നമ്മുടെ യോഗി ബാബു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പർപ്പസ്ഫുള്ളി ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സിന് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. പക്ഷെ നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി ആ തമന്നയുടെ ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ കാണിക്കുന്ന സമയത്തുള്ള VFXും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു അരൺമനെ ഫ്രാഞ്ചൈസികളിൽ വെച്ചിട്ട് നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സ് കുറച്ചും കൂടി ഒരു ഗുമ്മാക്കായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. കാരണം ഇത്രയും നല്ല ആക്ഷൻ സീക്വൻസുകൾ ഇത്രയും നല്ല രീതിക്ക് വെച്ചിട്ട് ക്ലൈമാക്സിൽ മാത്രം ഒരുമാതിരി ഓടിപ്പിടുത്തം പോലെ സുന്ദർ സിക്ക് മാത്രം നമ്മുടെ പ്രേതത്തിനെ ഇടിക്കാൻ പറ്റുക, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ നമ്മൾ മാന്ത്രികത്തിൽ ജയറാമൻ ചെയ്യണ പോലെയൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ ആ ഒരു പോരായ്മ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു സിനിമ അത്യാവശ്യം ഞാൻ ഈ ഒരു സിനിമ കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആളല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളൊരു സിനിമയാണ് ഈ ഒരു അരൺമനൈ 4 എന്ന്. ഞാൻ കാരണം എഴുതി തള്ളിയിട്ടുള്ളൊരു സിനിമയായിരുന്നു. കാരണം അരൺമനൈ ഫ്രാഞ്ചൈസിനെ കുറിച്ച് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒഴിവാക്കി വിട്ടായിരുന്നു. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വാടാനപ്പള്ളി അശോക റിനോവേഷൻ ചെയ്തിട്ട് ഒന്ന് പോയി കണ്ടേക്കാം എന്നുള്ള രീതിക്ക് പോയത്. 110 രൂപയാണ് അവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല 110 രൂപ മുതലാക്കാൻ പറ്റുന്ന ഒരു തിയേറ്റർ തന്നെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. സീറ്റിംഗ് നല്ല രസമാണ്, നല്ല രീതിയിൽ നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉള്ള നല്ല സീറ്റിംഗ്. ഞാൻ ഈ ഒരു റീസെൻ്റ് ആയിട്ട് ഇവിടെ കണ്ടതിൽ വെച്ച് എൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു 20-25 കിലോമീറ്ററിന് അടുത്ത് സീറ്റിംഗ് അടിപൊളിയായിട്ടുള്ളത് ഒന്ന് വാടാനപ്പള്ളി അശോകയിലും അതുപോലെ തന്നെ തൃശ്ശൂർ ജോസിലുമാണ്. കാരണം അതിനെ വെല്ലുന്ന സീറ്റൊന്നും വേറെ എവിടെ എനിക്ക് തോന്നിയിട്ടില്ല. സോ ഇങ്ങനെ വെറുതെ ബോറടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടു നോക്കാവുന്ന അത്യാവശ്യം ജംസ്കാരി സീൻസ് ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളും നല്ല രീതിക്ക് വർക്കും. ആ ഒന്ന് നമ്മുടെ മാളികപ്പുറത്തിലുള്ള ആ ഒരു ചെറിയൊരു പെൺകുട്ടിയാണ്. ആ ഒരു 2 കുട്ടികളും അത്യാവശ്യം നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. യോഗി ബാബുവിൻ്റെയും ബാക്കിയുള്ളവരുടെയും കോമഡിയൊക്കെ നേരത്തെ പണ്ടത്തെ സിനിമകളിലെ കോമഡികൾ വരുമല്ലോ, അതായത് സീരിയസ് കാര്യത്തിനിടയ്ക്ക് കുറച്ച് കോമഡി കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് നശിപ്പിക്കുക എന്ന് പറയുന്നത് പോലത്തെ കുറേ പരിപാടികളുണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ എനിക്കെന്തോ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത പോലെയാണ് തോന്നിയത്. ഇപ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയുടെ ലെങ്ത് എന്ന് പറയുന്നത് 2 മണിക്കൂറിലൊക്കെ നിർത്തേണ്ട ഈ ഒരു സിനിമ ഈ ഒരു എക്സ്ട്രാ കോമഡിയുടെ ഇതും കൂടി കാരണം ഭയങ്കര ശോകമായി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷെ എന്നാലും കണ്ടിരിക്കാം. അതുപോലെ തന്നെ വില്ലൻ KGF നമ്മുടെ ഗരുഡൻ ഇതിനകത്തൊരു റോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആളും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, ഈ ഒരു ക്യാരക്ടറിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബോറടിക്കാതിരിക്കാൻ ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് അരൺമനൈ 4 എന്ന് പറയുന്നത്. എക്സെപ്റ്റ് ഈ ചില കുറച്ച് കോമഡികളുണ്ട്, ക്രിഞ്ച് കോമഡികളുണ്ട് ഇതിനകത്ത്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ കോമഡികൾ. പക്ഷേ എന്നാൽ ചില സാധനങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ടും ആയിട്ടുണ്ട്. സോ നിങ്ങളുടെ അടുത്ത് തിയേറ്ററിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. ബോറടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ പോയി കണ്ടു നോക്കുക. അല്ലാത്തവരുണ്ടെങ്കിൽ OTTയിൽ വരുന്ന സമയത്ത് കണ്ടിട്ട് അഭിപ്രായം പറയാം. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.